ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് മാതാ ഏകാദശി ജനിച്ചത്. ഒരിക്കൽ മഹാവിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർ എന്ന അസുരൻ അദ്ദേഹത്തെ കൊല്ലാൻ വന്നു എന്നാണ് വിശ്വാസം. അത്തരമൊരു സാഹചര്യത്തിൽ ദേവി ഉത്പന്ന പ്രത്യക്ഷപ്പെട്ട് മൂരാസുരനെ വധിച്ചു. ഈ ദിവസം ആരാധനയ്ക്കൊപ്പം വ്രതാനുഷ്ഠാനം നടത്തുന്നത് ലക്ഷമിരട്ടി ഫലങ്ങൾ നൽകും എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും സന്തുഷ്ടയാക്കുന്നു. ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തർ തീർച്ചയായും വലംപിരി ശംഖിനെ പൂജിക്കണം എന്ന് പുണ്യഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകും. ഈ ദിവസം മഹാവിഷ്ണുവിനെ മഞ്ഞ പുഷ്പങ്ങളുടെ മാല സമർപ്പിക്കുക. നിവേദ്യമായി കുങ്കുമപ്പൂവിട്ട പായസം സമർപ്പിക്കുക. അതിൽ തുളസി ഇലകളും ചേർക്കുക. ഉത്പന്ന ഏകാദശി ദിനത്തിൽ ദാനധർമ്മം പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിച്ചതിന് ശേഷം മഞ്ഞ പഴങ്ങളോ ഭക്ഷണമോ പണമോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ഏകാദശി വ്രതാനുഷ്ഠാന ദിനത്തിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കുക. കൂടാതെ ഈ ദിവസം വൈകുന്നേരം തുളസിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് ആരതി നടത്തുക. 11 തവണ പരിക്രമണം കൂടി നടത്തുക. ഈ ദിവസം മഹാവിഷ്ണുവിനെ പൂജിച്ചതിന് ശേഷം ആൽമരത്തെ ആരാധിക്കുന്നത് വ്യക്തിക്ക് പ്രത്യേക നേട്ടങ്ങൾ നൽകുന്നു. കൂടാതെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കാനും ശ്രദ്ധിക്കുക. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഉത്പന്ന ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ അവരുടെ ആഗ്രഹം സഫലമാകും. പൂജാവേളയിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഉത്പന്ന ഏകാദശി ദിനത്തിൽ തുളസിയെ ആരാധിക്കുക. പൂജാവേളയിൽ ഓം നമോ ഭഗവതി വാസുദേവായ നമഃ എന്ന് ജപിക്കുകയും തുളസിയെ 11 തവണ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുകയും മുടങ്ങിക്കിടക്കുന്ന ജോലികളും വീണ്ടും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഉത്പന്ന ഏകാദശി നാളിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഉപവസിക്കുകയും ദരിദ്രർക്ക് ദാനം നൽകുകയും ചെയ്യുക. വിഷ്ണുവിന് പായസത്തിൽ തുളസിയില ചേർത്ത് സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നത് മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കും. ഇത് നീക്കാനായി ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനൊപ്പം 10 മുഖ രുദ്രാക്ഷവും പൂജിക്കുക. ഇത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽ, ബിസിനസ് അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിന് മുന്നിൽ 9 മുഖമുള്ള വിളക്ക് തെളിയിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ മഹാവിഷ്ണുവിന് കുങ്കുമം കലക്കിയ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുക.